ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട കുട്ടികളെ. നമ്മൾ ഇതുവരെ പറഞ്ഞത് മൊഡ്യൂൾ 1 ആയിരുന്നു. നിങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് എക്സാമും കാര്യങ്ങളും ആയതുകൊണ്ട് നിങ്ങൾ ഓപ്പൺ കോഴ്സിൽ നിന്ന് കുറച്ച് ഒന്ന് മാറിപ്പോയിട്ടുണ്ടാവും. എന്നിരുന്നാൽ പോലും നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ എത്തനോ ബോട്ടണി എന്താന്ന് പറഞ്ഞു. അതിലെ പ്രധാനപ്പെട്ട ട്രൈബൽ ഗ്രൂപ്പ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ റീജിയണൽ സ്റ്റഡീസ് ആയി ബന്ധപ്പെട്ട് കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സും അതേപോലെ വൈൽഡ് ഫുഡും പ്ലാന്റ്സും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇതിൽ ടോട്ടൽ നമുക്കറിയാം 5 മൊഡ്യൂളാണുള്ളത്. അതിൽ 1, 4, 5 മൊഡ്യൂളുകൾ ഞാനും 2, 3 മൊഡ്യൂളുകൾ ജസീൽ സാറുമാണ് എടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എൻ്റെ മൊഡ്യൂൾ 4 ആണ്. ഫസ്റ്റ് മൊഡ്യൂൾ ഇപ്പം ഞാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു എക്സാം ഞാൻ നെക്സ്റ്റ് ഫ്രൈഡേയിൽ ഒരു എക്സാം വെക്കും. അപ്പം അതുവരെ ഉള്ളതിൻ്റെ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം തിങ്കളാഴ്ച. എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഞാൻ പറ്റുമെങ്കിൽ നാളെ തന്നെ അതിൻ്റെ നോട്ട് നിങ്ങളുടെ PDF ഫയലായിട്ട് അയച്ചു തരാം. നിങ്ങൾ പഠിക്കാൻ തുടങ്ങിക്കോളൂ. അടുത്ത ഫ്രൈഡേയിൽ എൻ്റെ ഒരു ഫസ്റ്റ് അവറിൽ മൊഡ്യൂൾ 1ന്റെ ഒരു എക്സാം ഉണ്ടാവും. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ മൊഡ്യൂൾ 4. മൊഡ്യൂൾ 4 നോക്കൂ നിങ്ങൾ. എന്തൊക്കെയാണ് മൊഡ്യൂൾ 4? എ ജനറൽ അക്കൗണ്ട് ഓഫ് ദ മെത്തഡോളജി ഓഫ് കൾട്ടിവേഷൻ ഓഫ് മെഡിസിനൽ പ്ലാന്റ്സ്. നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകത, നമ്മൾ ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചില ചെടികൾ നിങ്ങളുടെ വീട്ടിൽ നടുകയും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് വ്യാപകമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കുകയൊക്കെ ചെയ്യാം. ഇനി ഒന്നുമില്ല, നിങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിന് എന്നെങ്കിലും നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രെയിനിങ് പോലെയുള്ള മൊഡ്യൂളുകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിനെയാണ് നമ്മൾ കൾട്ടിവേഷൻ പ്രാക്ടീസസ് എന്ന് പറയാം. നമ്മൾ ഓരോ ചെടിയും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതിൽ റൈസോം, അതായത് നമുക്കറിയാം റൈസോം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇപ്പൊ മഞ്ഞളാണെങ്കിൽ മഞ്ഞളിന്റെ കായുണ്ട്. കായ എന്നല്ല നമ്മൾ പറയാം, അതിന്റെ അടിയിലത്തെ, നിങ്ങൾ ഇവിടെ എന്താന്ന് പറയാൻ എനിക്കറിയില്ല, മഞ്ഞള് നമുക്ക് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട കാണ്ഡം ഭാഗത്ത് വരുന്ന ഒരു ഭാഗമുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ മഞ്ഞളിന്റെ വിത്ത് എന്ന് പറയുന്നത്. സീഡ് അല്ല ഒരിക്കലും, അതിന് പകരം റൈസോം എന്നാണ് നമ്മൾ അതിന് പറയാ. ഇഞ്ചിയുടെ റൈസോം ആണ്. നമ്മൾ ആ കിട്ടുന്ന ആ മെറ്റീരിയലിന് പറയുന്ന പേരാണ് റൈസോം. അപ്പൊ ആദ്യം നമ്മൾ ജിഞ്ചർ ആണ്. പിന്നെ അതേപോലെ അലിയം സിപ്പ, ഉള്ളി നമുക്ക് വീട്ടിലുണ്ടാക്കാം. അസ്പരാഗസ്, ശതാവരി നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ പ്രധാന നറുനണ്ടി, അക്കോറസ് കലം, വയമ്പടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോന്നും അതാത് സമയത്ത് പറയാം. ഇപ്പൊ നമ്മൾ ആദ്യം റൈസോം വെച്ചുകൊണ്ട് കൾട്ടിവേഷൻ നടത്തുന്ന പ്രധാനപ്പെട്ട ഔഷധ ചെടികൾ ഏതൊക്കെയാണ്. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു റൈസോം. 2 പ്രധാനപ്പെട്ട ഇനങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് നടന്ന രീതി പഠിക്കുന്നത്. ഫസ്റ്റിൽ തന്നെ കുർക്കുമ. നിങ്ങൾക്കറിയാം എന്താണ് കുർക്കുമ? മഞ്ഞളാണ്. ദെൻ ജിഞ്ചർ, ഇഞ്ചിയാണ്. ഇത് രണ്ടും വളരെ പോപ്പുലർ ആയ ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ കൊറോണ കാലഘട്ടം. നിങ്ങൾക്ക് കൊറോണയുടെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഇഞ്ചിയിട്ട വെള്ളം കുടിക്കണം. അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ആ വെള്ളത്തിൽ ഇടണം എന്ന് നമ്മളോട് പറഞ്ഞിരുന്നു. മഞ്ഞൾപ്പൊടിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. നമ്മുടെ നാട്ടിൽ ഉത്സവം നടക്കുന്ന സമയത്ത് ഈ ഉറഞ്ഞു തുള്ളുന്ന ഈ കോമരങ്ങൾ അവരുടെ നെറ്റിയിൽ അവരിങ്ങനെ വെട്ടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ വെട്ടും. ആ വെട്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ തൊട്ടടുത്തുള്ള പരിചാരകരായിട്ടുള്ള ആളുകൾ അവിടേക്ക് മഞ്ഞപ്പൊടി ഇടും. അപ്പൊ മഞ്ഞപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ബ്ലഡ് പോകുന്നത് നിൽക്കും. ബ്ലഡ് കോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മുറി കൂട്ടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. മഞ്ഞളിൽ അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാല്യൂ ഉണ്ട്. അതേപോലെ തന്നെ ചില നേർച്ചയുള്ള സ്ഥലങ്ങളിൽ മഞ്ഞ ചോറ് നമുക്ക് കിട്ടും. അപ്പൊ സാധാരണ വെള്ളച്ചോറിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ ആ മഞ്ഞ സ്വാഭാവികമായിട്ട് നമ്മൾ വയറുവേദന, വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ അത് തീർക്കും. അതുകൊണ്ട് അത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കഴിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ ഒരു സയൻസ് കൂടി അതിലുണ്ട്. അതേപോലെ കപ്പയിൽ, ഇപ്പൊ ചില പ്രദേശത്ത്, ഇപ്പൊ ഇവിടെയൊക്കെ കാണാം കപ്പയിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ടുള്ള കപ്പ കാണാം. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ മഞ്ഞപ്പൊടി ഇടുന്നത് കൂടി നമുക്കുണ്ടാവുന്ന ചില അസുഖങ്ങൾ അതുവഴി മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. എനിവേ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് ഏതൊക്കെയാണ് ചെടികൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന് റൈസോം വെച്ചിട്ടുള്ള, വിത്ത് വെച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്ന് കുർക്കുമയും ജിഞ്ചറുമാണ്. മഞ്ഞളും ഇഞ്ചിയും. ദെൻ ട്യൂബർ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്, അതായത് ട്യൂബർ എന്ന് പറഞ്ഞാൽ ഉള്ളിയുടെ ട്യൂബറാണ്. അത് അലിയം സിപ്പ എന്ന് പറയുന്ന ഉള്ളി, ചെറിയ ഉള്ളി അടക്കമുള്ള ഉള്ളി നമുക്ക് മുളപ്പിക്കാൻ പറ്റും. ദെൻ റൂട്ട് നട്ടിട്ട് നമുക്ക് ചിലത് വളർത്താൻ പറ്റും. അതിന്റെ പ്രധാനപ്പെട്ട ഒന്നാണ് അസ്പരാഗസ്, ശതാവരി, ഹെമിഡസ്മസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നറുനീണ്ടിയാണ്. ആൻഡ് അക്കോറസ് കലാമസ് എന്ന് പറഞ്ഞാൽ വയമ്പാണ്. ദെൻ ടിക്സ് വെച്ചിട്ട്, ചില കമ്പുകൾ വെച്ചിട്ട്, സാധാരണ നമ്മൾ ചെമ്പരത്തിയൊക്കെ കമ്പ് വെച്ചിട്ടാണ് നടാറ്. കമ്പ് വെച്ചിട്ട് നമ്മൾ നടുന്നതാണ് പ്രധാനമായിട്ടും ആടത്തോട വെസിക്ക. ആടത്തോട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ ഭാഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടിയാണ്. അതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. കതറാന്തസ് റോസിയസ് അല്ലെ, ശതാവരിയാണ്. കതറാന്തസ് റോസിയസ് എന്ന് വെച്ചാൽ ശവനാറി എന്ന് പറയുന്നത്, നിത്യകല്യാണി എന്നൊക്കെ അതിന് പറയും. ഒരുപാട് പേരുകളുണ്ട്.
ദെൻ ഫിലാന്തസ് അമാറസ് കിഴാർ നെല്ലിയാണ്. ആൻഡോഗ്രാഫിസ് പാനിക്കുലേറ്റ എന്നാണ് കിരിയാത്തയാണ്. ദെൻ അതേപോലെ ഇല കൊണ്ട് നടുന്ന ചില ചെടികളുണ്ട്, അതാണ് അലോവീറ, ഇലയാണത്. ആൻഡ് സെൻഡല്ല, ഓക്കെ, സെൻഡല്ല ഏഷ്യാറ്റിക്ക. ഓക്കെ, സെൻഡല്ല ഏഷ്യാറ്റിക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻഡല്ല നമ്മൾ മുത്തുൽ എന്ന് പറയും. ഇതൊക്കെ നടുന്നത് പ്രധാനപ്പെട്ട ഇത്തരം ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഇതിന്റെ ഔഷധ ഭാഗങ്ങളും പ്രധാനമായിട്ടും ഇതാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കുർക്കുമയുടെ ഔഷധ ഭാഗം നമുക്കറിയാം, അതിന്റെ ആ ഭാഗത്തുള്ള കാണ്ഡമാണ്. കാണ്ഡം എന്ന് പറഞ്ഞാൽ വേര് കുറച്ചുകൂടിയും സജീവമായി വളർന്നു വന്ന വേരിലാണ് അതിന്റെ ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിച്ചു വെക്കുക. അങ്ങനെയാണ് അത് എന്താ പറയാ അത്യുൽപാദനം നടക്കുന്ന ഭാഗമായി മാറുന്നത്. എനിവേ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും, ഒരു ജനറൽ ഐഡിയ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളത്. സി, ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റിൽ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് റൈസോം കുർക്കുമ ലോങ്ക. കുർക്കുമ മഞ്ഞളിന്റെ ശാസ്ത്രീയമാണോ നാമമാണ് കുർക്കുമ ലോങ്ക. സി, നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലുള്ള ഒന്നാണ് കുർക്കുമ ലോങ്ക. ഇതാണ് സംഭവം. ഇത് നമ്മൾ നന്നായിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഇഷ്ടംപോലെ, നമ്മളെ വീട്ടിലൊക്കെ ഇതുണ്ട്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാറില്ല. നമ്മളെ വീട്ടിൽ ഇഷ്ടംപോലെ മഞ്ഞൾപ്പൊടി ഉണ്ടാവുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. സി, എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ? ഫസ്റ്റ് വി വിൽ ഡിസ്കസ് കുർക്കുമ അരോമാറ്റിക്ക നോൺ ആസ് കസ്തൂരി മഞ്ഞൾ ഇൻ മലയാളം ഈസ് റൈസോമാറ്റസ് ഹെർബേഷ്യസ് മെഡിസിനൽ പ്ലാന്റ്സ്. കസ്തൂരി മഞ്ഞൾ എന്നത് ഭയങ്കര പൊട്ടൻഷ്യൽ ഉള്ള, ഭയങ്കര സ്മെല്ലുള്ള ഒന്നാണ്. കസ്തൂരി നമുക്കറിയാം ഭയങ്കര സ്മെല്ലുള്ളതാണ്. The rhizome is an odoriferous ingredient of the cosmetics. അതിന്റെ റൈസോം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കോസ്മെറ്റിക്സ് ഉണ്ടാക്കാൻ വേണ്ടി, യൂസ് ഫോർ ദി ക്യൂർ ക്രോണിക് സ്കിൻ ഡിസീസ് കോസ്ഡ് ബൈ ഇംപ്യൂർ ബ്ലഡ്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ബ്ലഡിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് സ്കിൻ റിലേറ്റഡ് ആയ ഡിസീസ് ഉണ്ടാവും. അത്തരത്തിലുള്ള ഡിസീസ് ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ പറയുന്ന കസ്തൂരി മഞ്ഞൾ, ദാറ്റ് ഈസ് കുർക്കുമ അരോമാറ്റിക്ക. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ അപ്പിറ്റൈസർ ആൻഡ് ടോണിക് ടു വിമൻ ആഫ്റ്റർ ചൈൽഡ് ബർത്ത്. നമ്മൾ പ്രസവശേഷം സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ടോണിക് കൂടിയാണിത്. ഇറ്റ് ഈസ് ആൾസോ യൂസ്ഫുൾ അഗെയിൻസ്റ്റ് ഹൈ ഫീവർ ആൻഡ് വേം ഇൻഫെസ്റ്റേഷൻ. നിങ്ങൾക്ക് പനി ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ഇപ്പൊ ഈ സമയത്തൊക്കെ നമ്മളോട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറയുന്നത്, വെള്ളം കുടിക്കാൻ പറയുന്നത്. സോ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വെള്ളം കുടിച്ചാൽ നമുക്ക് പനി പോലും മാറുന്ന അവസ്ഥ ഉണ്ട്. ഇത് നടാനുള്ള പ്രധാനപ്പെട്ട ക്ലൈമറ്റ് എന്താണ്? ഒന്ന്, ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ സൗത്ത് ഏഷ്യ. അല്ലെ, നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട്. സൗത്ത് ഏഷ്യയിൽ വരുന്നതായതുകൊണ്ട്, നമ്മുടെ ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിലായതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ അത് വളർത്താൻ കഴിയും. ദ പ്ലാന്റ് ഗ്രോ വൈൽഡ് ഇൻ ഈസ്റ്റേൺ ഹിമാലയ. പ്ലാന്റ് ഇഷ്ടംപോലെ വളരുന്നുണ്ട് എവിടെയൊക്കെ? ഹിമാലയ ആൻഡ് മോസ്റ്റ് ഡെസിഡിയസ് ഫോറസ്റ്റ് ഓഫ് കേരള ആൻഡ് കർണാടക. നമ്മുടെ കേരളത്തിലും കർണാടകയിലും ഇഷ്ടംപോലെ വളരുന്ന ഒന്നുകൂടിയാണ് ഈ പറയുന്ന മഞ്ഞൾ. ഇറ്റ് ഈസ് ഗ്രോൺ ആസ് എ സബ്സിസ്റ്റൻസ് ക്രോപ്പ് ഇൻ ബാക്ക് യാർഡ്. അല്ലെ, നമ്മുടെ വീട്ടിന്റെ സൈഡിൽ അതേപോലെ തന്നെ വാഴ നടുന്നതിന്റെ ഭാഗത്ത് സബ്ബായിട്ട് നടുന്ന ഒന്നുകൂടിയാണ്. കിച്ചൺ ഗാർഡനിൽ വളർത്താൻ പറ്റും. ആൻഡ് ഇന്റർ സ്പേസ് ഓഫ് അതർ ക്രോപ്സ് ഇൻ ഏരിയ വിത്ത് ഗുഡ് റെയിൻഫാൾ. ഇന്റർ ക്രോപ്പ് ആയിട്ട് നമ്മൾ ചിലപ്പോൾ കവുങ്ങിന്റെ തോട്ടത്തിൽ മഞ്ഞൾ നടും, വാഴന്റെ തോട്ടത്തിൽ മഞ്ഞൾ നടും, ചേമ്പിന്റെ തോട്ടത്തിൽ മഞ്ഞൾ നടും. അപ്പോൾ അതുകൊണ്ട് സബ് ക്രോപ്പ് ആയിട്ട് വളർത്താറുണ്ട്. വെൽ ഡ്രെയിൻഡ് റിച്ച് ലോമി സോയിൽ ആർ ഐഡിയൽ ഫോർ ക്രോപ്പ്. വെൽ ഡ്രെയിൻഡ് ആയിരിക്കുന്ന, നന്നായിട്ട് വെൽ ഡ്രെയിൻഡ്, വെള്ളം കടന്നു പോകാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല മണ്ണാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇത് കൃഷി ചെയ്യാൻ. എങ്ങനെയാണ് ഇത് പ്രൊപ്പഗേഷൻ, നമ്മൾ നടന്നത് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്? ഇറ്റ് ഈസ് പ്രൊപ്പഗേറ്റഡ് വെജിറ്റേറ്റീവ്ലി ആണ്. അതാണ് ഈ പോർഷൻ കോൾഡ് വെജിറ്റേറ്റീവ്ലി ബൈ റൈസോം. അപ്പൊ വെജിറ്റേറ്റീവ് പാർട്ടാണ്, വിത്തല്ല, അതേപോലെ കാണ്ടോ അല്ല. അതുകൊണ്ട് നമ്മൾ പറയുന്നത് വെജിറ്റേറ്റീവ് പാർട്ടാണ്. ആൻഡ് ബൈ ടിഷ്യൂ കൾച്ചർ മെത്തേഡിലും ഇത് ഉപയോഗിക്കാറുണ്ട്. വെറൈറ്റീസ്, എത്ര വെറൈറ്റി ഉണ്ട്? അറ്റ് പ്രസന്റ് ഓൺലി ലോക്കൽ ടൈപ്പ് ആർ അവൈലബിൾ ഫോർ കൾട്ടിവേഷൻ. നാട്ടിൽ ഏറ്റവും കൂടുതൽ ലോക്കൽ ടൈപ്പ് ആണ് ഇത് നടാൻ വേണ്ടി അവൈലബിൾ ആവുന്നത്. ദെൻ ലാൻഡ് പ്രിപ്പറേഷൻ എങ്ങനെയാണ്? ആദ്യം നമ്മൾ, ഇപ്പൊ നിങ്ങൾ ആണ് കൃഷി ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത് നടുക? ക്ലിയർ ദ ഏരിയ. ആദ്യം നമ്മൾ ഏരിയ ക്ലിയർ ചെയ്യണം. റിമൂവ് ഓൾ ദ പെബിൾസ് ആൻഡ് സ്റ്റോൺസ് ആൻഡ് പ്ലഫ് ദ ഫീൽഡ് ടു ഗുഡ് ടിത്ത്. അല്ലെ, നന്നായിട്ട് നമ്മൾ അതിനെ ഉഴുതുമറിക്കണം. ഇൻകോർപ്പറേറ്റ് FIM ഓർ ഓർഗാനിക്, വളരെ പ്രധാനപ്പെട്ട ഓർഗാനിക് മാനർ ഇടണം. 10 to 15 hectares ആയിട്ട് നമുക്ക് അത് കൾട്ടിവേറ്റ് ചെയ്യാം. പ്രിപ്പയർ റേസ്ഡ് സീഡഡ് ബെഡ് ഓഫ് 1.2 millimeter breadth and of convenient length. അപ്പൊ നമ്മൾ ഒരു 1.2 മീറ്റർ ബ്രെഡത്ത് ഉള്ള, വീതിയുള്ള നമ്മളിങ്ങനെ ബെഡ് ഉണ്ടാക്കണം. ഇതൊക്കെ ബെഡ് ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീസ് ആണ്. സ്ത്രീകൾ ബെഡ് ഉണ്ടാക്കിയിട്ട് ബെഡ് നമുക്ക് കാണാം. ദെൻ എങ്ങനെയാണ് പ്ലാന്റ് ചെയ്യുന്നത്? സ്മോൾ പിറ്റ്സ് അറ്റ് 60 to 40 centimeter spacing on the seeded bed and plant seed rhizome with the germinating sprout facing upwards. അപ്പൊ ചെറിയ കുഴികൾ ഉണ്ടാക്കണം. 60-40 സെന്റിമീറ്റർ ഉള്ള ചെറിയ കുഴി ഉണ്ടാക്കണം. 60 സെന്റിമീറ്റർ നിങ്ങൾക്ക് അറിയാം, ഒരു സ്കെയില് എന്ന് പറയുന്നത് 5 സെന്റ്, അതിന്റെ 4 കുറച്ച് വലുപ്പത്തിൽ കുഴി ഉണ്ടാക്കുക. ഫെർട്ടിലൈസർ അപ്ലിക്കേഷൻ, എന്തൊക്കെ ഫെർട്ടിലൈസർ ആണ് കൊടുക്കേണ്ടത്? അപ്ലൈ ഫെർട്ടിലൈസേഴ്സ് അറ്റ് 100 to 50 to 50. അതായത് 100 gram നൈട്രജൻ ആണെങ്കിൽ 50 gram ഫോസ്ഫറസ്, ദെൻ
50 ഗ്രാം പൊട്ടാഷ്യം ഈ രീതിയിൽ നമ്മൾ വളം ചെയ്ത് കൊടുക്കാം. Enter P2O2 as basal and N and K2O in 2 equal splits at planting and 2 months after planting. അപ്പോൾ പ്ലാന്റ് ചെയ്യുമ്പോഴും അതിന് ശേഷമൊക്കെ നമ്മൾ ഇത്തരം വളങ്ങൾ ഇട്ട് കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഈ രീതിയിൽ ഉണ്ടാവുക. നോക്കൂ നിങ്ങൾ, അല്ലെ, വളരെ ക്ലിയർ ആയിട്ട് ഇഞ്ചി നടുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇത് നടുന്നത്. ഇത് ഇഞ്ചിയുടെ തോട്ടത്തിന്റെ ഒരു ഫോട്ടോ ആണ്. അതേപോലെ നമുക്ക് മഞ്ഞളും ഇതേ സ്പേസിങ്ങിൽ വേണം നട്ട് വളർത്താൻ പറ്റും. ഹാർവെസ്റ്റിംഗ് ആൻഡ് yield എങ്ങനെയൊക്കെയാണ് നമ്മളിത് വിളവെടുക്കുന്നത്? ദ ക്രോപ്പ് മെച്ചർ ഇൻ 7 months. 7 മാസം കൊണ്ട് നമ്മൾ ഒരു സെമസ്റ്റർ കംപ്ലീറ്റ് നമുക്ക് ഒരു മഞ്ഞൾ കൃഷി നടത്താൻ പറ്റും. അല്ലെ, നിങ്ങൾ ഈ ക്ലാസ്സിൽ തന്നെ 2-3 ആൾക്കാർ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഡ്രൈയിങ് അപ്പ് ഓഫ് ലീവ്സ് ഈസ് ദ ഇൻഡിക്കേഷൻ ഓഫ് മെച്യൂരിറ്റി. എങ്ങനെയാണ് ഇത് മെച്ചുർ ആയെന്ന് അറിയാം? മഞ്ഞളിന്റെ ഇല മുകളിൽ ഇങ്ങനെ ഉണങ്ങും. അപ്പൊ നമുക്ക് മനസ്സിലാവും ഇത് മെച്ചുർ ആയിട്ടുണ്ട് എന്നുള്ളത്. ഡിഗ് ഔട്ട് ദ റൈസോം വിത്തൗട്ട് കോസിങ് ഡാമേജ്. ഒരു ഡാമേജും ഇല്ലാത്ത രീതിയിൽ നമ്മൾ അത് ഡിഗ് ഔട്ട് ചെയ്യണം, കുഴിച്ചിട്ടെടുക്കണം. ദെൻ റിമൂവ് ദ ഡ്രൈ ലീവ്സ് ആൻഡ് റൂട്ട്സ്. എല്ലാ ഡ്രൈ ലീവ്സും റൂട്ടൊക്കെ നമ്മൾ പറിച്ചെടുക്കണം. ദ ക്ലീൻഡ് റൈസോംസ് ആർ ഐദർ മാർക്ക്ഡ് ഓർ ഡ്രൈഡ് ആൻഡ് സ്റ്റോർഡ്. അത് അവസാനം നമ്മൾ മാർക്കറ്റ് ചെയ്യാം. ഈ പറയുന്ന ഡ്രൈഡ് റൈസോം നമുക്ക് ഒന്നിച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പൊടിച്ചു വെക്കാം. ദ ആവറേജ് yield ഓഫ് ഫ്രഷ് റൈസോം ഇസ് 28 ഹെക്ടർ വിച്ച് ഓൺ ഡ്രൈയിങ് ഗിവ്സ് 27% റിക്കവറി. അതായത് നല്ലൊരു ശതമാനം, 28 ഹെക്ടറിൽ നമുക്ക് ഏകദേശം 27% നന്നായിട്ട് ഇതാക്കാൻ വേണ്ടി കിട്ടും. ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല വിളവെടുക്കാൻ പറ്റും. എന്തൊക്കെ പ്രോസസ്സിംഗ് ആണ് ചെയ്യേണ്ടത്? The rhizome is thinly sliced and steam distilled for 3 to 4 hours for extracting the essential oil and yield is 90 liter per hectare. The rhizome is thinly sliced. ചെറിയ ചെറിയ രീതിയിൽ മുറിച്ചിട്ട് നമ്മൾ എന്താക്കണം, വെള്ളത്തിൽ ഇട്ട് പതിപ്പിക്കണം. എന്നിട്ട് അത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. Oil recovery is 0.33% on fresh weight basis and 1.05% on dry weight basis. ഇത്രയും നമുക്ക് ഓയിൽ അതിൽ നിന്ന് എടുക്കാൻ പറ്റും. മഞ്ഞളിൽ നിന്നുള്ള ഓയിൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനൊക്കെ പറ്റും. ഈ രീതിയിലാണ് നമ്മൾ അത് ചെയ്യുന്നത്, അല്ലേ? വലിയ പാത്രത്തിൽ ഇങ്ങനെ അടിയിൽ സീ കൊടുത്തിട്ട് അതിന്റെ ഉള്ളിൽ നമ്മൾ ഇതിടും, നന്നായിട്ട് മുറിച്ചിട്ട് നമ്മൾ അതിനെ സ്ലൈസ് ആയിട്ടിടും. ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിൽ അങ്ങനെ വ്യാപകമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും ചെറിയ രീതിയിൽ വീട്ടിൽ നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം. ഒരു അടുപ്പത്ത് പാത്രം വെച്ചിട്ട് അതിലേക്ക് മഞ്ഞൾ സ്പ്ലൈസ് ആയിട്ട് ഇട്ടിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഈ സാധനം സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ഇത്രയാണ് നമ്മുടെ മഞ്ഞളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഇതാണ് മഞ്ഞള്. നമ്മൾ കൊയ്തെടുക്കുകയാണെങ്കിൽ അതായത് പറിച്ച് ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിലാണ് മഞ്ഞൾ കിട്ടുക. ഈ രീതിയിലാണ് നമ്മൾ ബെഡ് ഉണ്ടാക്കി നടേണ്ടത്. സ്പേസിങ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആദ്യം പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, മണ്ണ് എങ്ങനെയാണ് ഒരുക്കേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ മഞ്ഞൾ. ഓക്കെ, ഇങ്ങനെ മഞ്ഞൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞൾപ്പൊടി ഈ രീതിയിൽ ഉണ്ടാക്കാം, മഞ്ഞൾപ്പൊടി വെക്കാം. ഇപ്പൊ നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈസ്റ്റേൺ കറി പൗഡർ അല്ലെങ്കിൽ സാറാസ് മഞ്ഞൾപ്പൊടിയൊക്കെയാണ് നമ്മൾ വീട്ടിൽ തന്നെ സുഖമായിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ലോക്ക്ഡൌൺ പീരീഡിൽ ഫ്രീ ആണെങ്കിൽ നിങ്ങൾ വീട്ടിന്റെ അടുത്തൊക്കെ മഞ്ഞളിന്റെ തൈ കിട്ടും. നിങ്ങൾ ക്ലാസ്സിൽ തന്നെ ഫോറസ്ട്രിയിലെ ഒരു ആള് കൃഷി ചെയ്യുന്നുണ്ട്, ആരാണ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അയാളോട് ചോദിച്ചിട്ട് അതിന്റെ തൈ വാങ്ങുക. നമ്മുടെ നാട് പ്രത്യേകിച്ച് കണ്ണൂർ ഏരിയയിൽ ഇഷ്ടംപോലെ ഇത്തരത്തിലുള്ള കൃഷികളുണ്ട്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ വീട്ടിലെ ആവശ്യത്തിലുള്ള മഞ്ഞൾ എന്നെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു, താങ്ക്സ് അലോട്ട്. അപ്പൊ നെക്സ്റ്റ് ഫ്രൈഡേയിൽ നമ്മൾ എക്സാം ആയിരിക്കും, ഫസ്റ്റ് മൊഡ്യൂളിന്റെ. അതിന്റെ നോട്ട് ഞാൻ അയച്ചു തരാം.